ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയല്ലേ? ഞാൻ കഴിഞ്ഞ ഈ ഒരാഴ്ചയിൽ ഒരു ടൂർ പോയിട്ടും അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ഒരു സ്ഥലത്ത് പോകണം, അത് കാണണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. ആ സ്ഥലം എനിക്ക് കാണാൻ പറ്റി. ആ ഒരു വിശേഷങ്ങൾ നിങ്ങളോട് കൂടി പറയാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ടൂർ പോകാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? എല്ലാവരും ഫ്രണ്ട്സിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരുടെ കൂടെയോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരുടെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിൻ്റെ ഒപ്പമോ അങ്ങനെയായിട്ട് പലതരത്തിലും ടൂർ പോകുന്ന ആളുകളാണല്ലേ ഇപ്പോൾ ഉള്ളത്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം അങ്ങനെ ആരും ടൂറൊന്നും പോകില്ലായിരുന്നു. സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകണ ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ പറയും, ഇപ്പം നീ പോകണ്ട, കല്യാണം കഴിഞ്ഞിട്ട് പോയിക്കോളുണ്ടോ, അപ്പോൾ നിൻ്റെ ഭർത്താവ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ പറയൂലേ. അന്ന് കാലത്തൊക്കെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുക എന്നൊക്കെ പറയുമ്പോൾ മാതാപിതാക്കൾക്കൊക്കെ കുട്ടികളെ പറഞ്ഞേക്കാൻ ഭയങ്കര ഒരു പേടിയായിക്കാരം. അവരങ്ങനെ അധികം കുടുംബത്തിലുള്ളവർ അങ്ങനെ പറഞ്ഞേക്കൂല കേട്ടോ. എനിക്കതാണ് തോന്നുന്നത്. ആൺകുട്ടികൾ പിന്നെ കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞാൽ മാതാപിതാക്കളൊന്നും അറിയാതെ ഫ്രണ്ട്സിൻ്റെ ഒപ്പൊക്കെ ടൂർ പോകുന്ന കുട്ടികൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ച് കല്യാണം കഴിഞ്ഞ ഉടനെ ഭർത്താവിൻ്റെ ഒപ്പം ഒരു ഹണിമൂൺ ടൂറ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്, അല്ലാതെ വലിയൊരു ടൂറൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പല രീതിയിലുള്ള ട്രിപ്പുകളാണ്, എല്ലാവരും എൻജോയ് ചെയ്യുകയാണ് ഇപ്പോൾ കൂട്ടുകുടുംബമായിട്ട് ട്രിപ്പ് പോകുന്ന ഒരുപാട് കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വയസ്സായ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കും ഉണ്ട് ഇപ്പോൾ ടൂർ പോകുന്ന ഒരു എൻജോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഇതുവരെ എവിടേക്കും ടൂർ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ചില ആളുകളൊക്കെ ട്രിപ്പുകൾ കുറച്ച് കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നാട്ടിലത്തെ സ്ഥലങ്ങൾ മാത്രമല്ല കേട്ടോ കാണുന്നത്, ഇൻ്റർനാഷണൽ സ്ഥലങ്ങൾ വരെ പോയി കാണുന്നവരുണ്ടല്ലേ നമ്മുടെ കൂട്ടത്തിലൊക്കെ. ശരിക്കും ഇതുപോലെ ഇങ്ങനെ യാത്ര പോവുക, ഒരുപാട് സംഭവങ്ങളും സ്ഥലങ്ങളും ഒക്കെ കാണുക, നല്ല മനസ്സിന് നല്ല സന്തോഷവും സുഖവും ഒക്കെ ഉള്ളൊരു സംഭവമാണല്ലേ. ശരിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ യാത്രകളൊക്കെ പോകണം, ഒരുപാട് കാര്യങ്ങൾ കാണണം, അറിയണം. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ട്രിപ്പുകളൊക്കെ പോകുന്നുണ്ട്. ചിലപ്പോൾ ഫാമിലിയോട് കൂടെ ആയിരിക്കും, ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലിൻ്റെ ഒപ്പം ഇരിക്കാരം, ചിലപ്പോൾ ഞങ്ങൾ മാത്രം ഇരിക്കാരം. അങ്ങനെ ഒരുപാട് പോവാറുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ആദ്യമൊന്ന് ദൂരയാത്ര വലിയൊരു ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം പറ്റും, ഛർദ്ദിക്കാൻ വരിക, തലവേദന എടുക്കുക, അങ്ങനെ ഈ ചുരങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. എനിക്കിതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നത് ഇഷ്ടമാണെങ്കിലും യാത്ര ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു പേടിയായിരുന്നു കുറച്ച് കാലം മുമ്പൊക്കെ കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ കരുതും, എനിക്ക് ആ സ്ഥലത്തേക്ക് അത്രയും പെട്ടെന്ന് എത്തിക്കിട്ടണം, എനിക്ക് കുഴപ്പമില്ല. ഈ ചുരങ്ങളൊക്കെ കയറുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കുഴങ്ങും, അങ്ങനത്തെ ഒരു അവസ്ഥ വരും കേട്ടോ. ഇപ്പോൾ ഒരുപാട് ട്രിപ്പുകൾ പോയി എനിക്കത് കണ്ട് ശീലമായിട്ടോ. ഇപ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു ക്ഷീണവും കുഴക്കമൊന്നും ഉണ്ടാവില്ല. എത്ര ദൂരം വേണമെങ്കിലും പോവും. ഫാമിലിയോടടുത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. എത്ര ദൂരം വേണമെങ്കിലും പോകും. സ്റ്റേ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ക്ഷീണം മാറിയിട്ട് പിറ്റേ ദിവസങ്ങളെല്ലാം അവിടെ നിന്ന് പോരുക. അപ്പോൾ എനിക്ക് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ യാത്ര ഒരുപാട് എൻജോയ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ക്ഷീണവും കുഴക്കൊക്കെ പോയി മാറില്ല കേട്ടോ. എൻ്റെ ഈ ഒരു അവസ്ഥ, ആദ്യത്തെ ഈ ഒരു അവസ്ഥ നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ മനസ്സിൽ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു കേട്ടോ, എത്രയും പെട്ടെന്ന് യാത്ര കുറവായി കണ്ട് അവിടെ എത്തിക്കിട്ടണം, അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിനി എൻ്റെ യാത്രയിലെ വിശേഷങ്ങളും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആ സ്ഥലം എനിക്ക് കാണാൻ പറ്റിയതും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞങ്ങൾ ടൂർ പോകുന്നതിൻ്റെ തലേ ദിവസം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ ഫാമിലി ഇങ്ങനെ ടൂർ പോകുകയാണ്, ട്രാവലറിലാണ് പോകുന്നത്. അപ്പോൾ 2-3 സീറ്റൊക്കെ ഒഴിവുണ്ട്, നിങ്ങളും കൂടിയും പോരെന്ന് പറഞ്ഞു ഞങ്ങളോട്. അപ്പോൾ ഞങ്ങളെന്തായാലും ഹസ്ബൻഡ് ചോദിച്ചു പോകണമെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വേറെ തിരക്കുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഞാൻ. തലേ ദിവസം രാത്രി ഒരു മഗ്‌രിബൊക്കെ ആകാനായപ്പോഴാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളവിടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് നമുക്ക് പറ്റുകയാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. നമ്മളൊരു ദിവസം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധനം കൂടി കരുതിക്കളുണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തോളുണ്ട്, അതൊക്കെ പാക്കാക്കി വെച്ചോളുണ്ട് പറഞ്ഞു. അങ്ങനെ ടൂർ പോകുന്ന അന്നത്തെ ദിവസം ഞങ്ങൾ പിന്നെ എല്ലാം റെഡിയായി. രാവിലെ ഒരു 8:30 ആകുമ്പോഴത്തേന് പോകണമെന്നാണ് കരുതുന്നത്. പക്ഷേ എല്ലാവരും മാറ്റി ഒരുങ്ങി. ഞങ്ങളല്ലോ, ഞങ്ങൾ നേരത്തെ മാറ്റിയിരുന്നു. അങ്ങനെ അവർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീടിന് മുന്നിലെത്തിയപ്പോഴത്തേനും സമയം ഏകദേശം 9:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രാവലറിലാണ് കേട്ടോ യാത്ര തുടർന്നത്. ഞങ്ങൾ വയനാട്ടിലേക്കാണ് പോകാൻ കരുതിക്കുന്നത്. അവിടെയാണ് റിസോർട്ട് എടുത്തിരിക്കുന്നത്, അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഏകദേശം ഒരു 10, 17, 16, 18 അങ്ങനെ വയസ്സുള്ള 4-5-6 കുട്ടികളും പിന്നെ അതിൻ്റെ താഴെ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികളുണ്ടാകുമ്പോൾ തന്നെ യാത്ര രസമായിക്കാറില്ല. അവരുടെ കളിയും ചിരിയും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര എൻജോയ് ആയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അതുകൊണ്ട് യാത്ര ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ലായിരുന്നു, ഭയങ്കര രസമായിരുന്നു. പിന്നെ അവരുടെ കയ്യിൽ ഒരുപാട് ഫുഡ് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു, സ്നാക്സുകൾ, നട്ട്സുകൾ, ഡേറ്റ്സ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡും വയറിൻ്റെ ഉള്ളിൽ എത്തുന്നതുകൊണ്ട് ക്ഷീണമൊന്നും അറിഞ്ഞില്ല കേട്ടോ. പിന്നെ തലേന്ന് രാത്രി ആയതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും കരുതിയിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ, ഒരു വലിയ ക്യാനിലെടുത്തത്, അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ സാധനങ്ങളായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്കും അവർ ഒരുപാട് സാധനങ്ങൾ നിർത്തിങ്ങാണ്ട് കാണുന്നതൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ യാത്രയിൽ ഇതൊക്കെയല്ലേ രസം.
വലിയവർ മാത്രമാണെങ്കിൽ യാത്ര അത്രയ്ക്ക് രസം ഉണ്ടാവില്ല കേട്ടോ. കുട്ടികളും കൂടി ഉണ്ടായതുകൊണ്ടാണ് ഈ രസം. എന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴിക്കണത് കാണുമ്പോൾ റോഡിലൊക്കെ നിർത്തിയിട്ട് വാങ്ങണതൊക്കെ കേട്ടോ. ഉച്ചക്കൊക്കെയുള്ള ഫുഡ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തങ്ങാണ്ട് കൊണ്ടുപോയിക്കുന്നു കേട്ടോ. ബിരിയാണിന്ന്, ചിക്കൻ ബിരിയാണിന്ന്, അച്ചാർ, തൈര്, പിന്നെ അവരുടെ വകയായിട്ട് കുറേ അച്ചാറിൻ്റെ പല വിധത്തിലുള്ള അച്ചാറുകളും അവർ വീട്ടിൽ നിന്ന് എടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ റിസോർട്ടിലെത്തിയിട്ടാണ് കഴിച്ചത്. അവിടെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും റൂമൊക്കെ സെലക്ട് ചെയ്തിട്ട് നല്ല റൂമായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു കേട്ടോ. ഒരു മലൻ്റെ മുകളിലായിട്ടാണ് ഈ റിസോർട്ട് കിടക്കുന്നത് കേട്ടോ. ഭയങ്കര വ്യൂസാണ് കാണാൻ കേട്ടോ. പിന്നെ ഭയങ്കര ചെറുതായിട്ട് തണുപ്പും ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ടൊരു മഴയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. പിന്നെ സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും അതിൽ കുളിക്കണം. അങ്ങനെ കുട്ടികളൊക്കെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ തുടങ്ങി കേട്ടോ. സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ലഹർ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പിന്നെ വലിയവർ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. മഴ പെയ്തപ്പോൾ ഭയങ്കര തണുപ്പും പിന്നെ കാലാവസ്ഥയും തണുപ്പായേക്കാം, മഴയും തണുപ്പായേക്കാം, സ്വിമ്മിംഗ് പൂളിലെ വെള്ളവും തണുപ്പ്, ഭയങ്കര ഭംഗിയുള്ള സ്വിമ്മിംഗ് പൂൾ കേട്ടോ. ഞാൻ പിന്നെ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുക എന്നല്ലാതെ സ്വിമ്മിംഗ് പൂൾക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഞങ്ങൾ അതിൽക്കൂടെയൊക്കെ ചുറ്റിക്കണ്ടു കേട്ടോ. പിന്നെ എനിക്ക് ആകെ ഒരു പേടി ഉണ്ടായത് എന്താണെന്നറിയോ, എനിക്കങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പേടി ഉണ്ടായൊരു സംഭവം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെ കാലുമ്പോൾ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒലിച്ച് വരുന്നു കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് എഴുതിങ്ങാണ്ട് പൊന്തിച്ച് നോക്കുമ്പോൾ അട്ട കടിച്ചിട്ട് ചോര അങ്ങനെ കുടിച്ചിട്ട് പിന്നെ ഒലിച്ച് വരികയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കൊണ്ട് പേടിയായിട്ടോ. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ അട്ട കടിച്ചും ചോര അങ്ങനെ ഒലിച്ച് വരുന്നത് കാണും കേട്ടോ. ഭയങ്കര ചിലരെ കാലുമ്പോൾ അത് നിൽക്കണേ ഇല്ല. പക്ഷെ അവർ അറിയണില്ല അത് കാലുമ്പോൾ കയറിപ്പോയതും പിന്നെ അട്ട കടിക്കണമെന്നും അറിയണില്ല. ചോര ഇങ്ങനെ ഒലിച്ച് വരുമ്പോൾ നോക്കുമ്പോഴാണ് സംഭവം കാണുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അട്ട കടിച്ചതാണെന്ന് കേട്ടോ. ഈ ഒരു സംഭവം കണ്ടതോടുകൂടി എനിക്കും മറ്റവർക്കും പേടിയൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ പിന്നെ മേത്ത് കയറുമോ, കാൽമ കൂടെ കയറുമോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കൽ തുടങ്ങി. കാൽമ കൂടെ കയറിക്കണോ, പാൻറ്റും ഇതൊക്കെ പൊന്തിച്ചങ്ങാണ്ട് ഇങ്ങനെ നോക്കൽ തുടങ്ങി കേട്ടോ. അത്രക്കും പേടി കേട്ടോ. ആ ഒരു കാര്യമാണ് ഇടങ്ങേറുള്ളൊരു കാര്യം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ടൂർ പോയിട്ട് ഇങ്ങനത്തെ എല്ലാ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ വൈകുന്നേരം അസറിൻ്റെ സമയമായപ്പോൾ ചായയൊക്കെ കിട്ടി. എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റി കണ്ടു കേട്ടോ. അതിനുശേഷം മഗ്‌രിബിക്ക് ബാങ്ക് കൊടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും കോഴി മസാല കൂട്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ആണുങ്ങളാണ് കാര്യമായിട്ട് ഗ്രില്ല് ചെയ്തത് കേട്ടോ. അങ്ങനെ ഗ്രില്ല് ചെയ്തൊക്കെ പാകമായപ്പോൾ തന്നെ പൊറാട്ടയും കറിയും കൊണ്ടുവന്നു. അതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഗ്രില്ല് ചെയ്ത ചിക്കന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അന്ന് ഫുട്ബോളിൻ്റെ എന്തോ ഒരു ദിവസമായിരുന്നു, കളിയിലെ ദിവസമായിരുന്നു. കുറച്ച് നേരം അവരൊക്കെ കളിയൊക്കെ കണ്ടുങ്ങാണ്ട് അങ്ങനെ പിന്നെ എല്ലാവരും കിടന്നുറങ്ങി കേട്ടോ. പിറ്റേ ദിവസം 11 മണി വരെയാണ് ഈ റിസോർട്ടിൻ്റെ ടൈം കേട്ടോ. ആ ഒരു സമയമായപ്പോൾ തന്നെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് എല്ലാവരും ഫ്രഷായിട്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ പിന്നെ ചോദിച്ചു ഇനി എവിടേക്കും പോകാണ്ട് ചോദിച്ചു. അപ്പോൾ ഒരു ഡാമിനെ പറ്റിയിട്ട് എല്ലാവരും പറഞ്ഞു, ഒരു ഡാമുണ്ട്, അത് കാണാൻ രസമാണെന്ന് പറഞ്ഞു. അപ്പോൾ മഴ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നടക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഡാം കാണണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കാലമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ, വയനാട് ഭാഗം പോവുകയാണെങ്കിൽ ചൂരൽമല മുണ്ടക്കയല്ലേ ആ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം, അതൊന്ന് കാണാൻ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയാണെങ്കിൽ എനിക്കതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുറച്ച് പോയാൽ മതി, അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയും അതിലൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവർക്കും കാണാനൊരാഗ്രഹം. അപ്പോൾ ഞങ്ങളെല്ലാവരും ചൂരൽമല മുണ്ടക്കയം കാണാൻ വേണ്ടിയിട്ട് അവിടെ കൂട്ടിട്ടോ. അങ്ങനെ ഞങ്ങൾ ചൂരൽമല മുണ്ടക്കയം കാണാൻ വേണ്ടിയിട്ട് പോയി. പോണ വഴിക്ക് ഒരുപാട് തേയിലത്തോട്ടത്തിൻ്റെ അടിയിൽ കൂടെ ഒരുപാട് വീടുകളൊന്നും അങ്ങനെയല്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു തുരങ്കപാത ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഒരു പണി കൂടിയാണ്, അതിങ്ങനെ കാണിച്ചെന്നു ഡ്രൈവർ. പിന്നെ പോണ വഴിക്കാണ് കാണിക്കുന്നത്, ഞങ്ങൾ ഇറങ്ങി കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് മുണ്ടക്കയം എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു അവിടെ മരിച്ച ആളുകളൊക്കെ മറവ് ചെയ്തൊരു സ്ഥലം. റോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ ദൂരത്താണ് കേട്ടോ കാണുന്നത്. മതിലുകൾ കെട്ടിയിട്ടുണ്ട്. മതിലുകൾ കെട്ടിയ ആ ഒരു അടയാളാണ് ഞങ്ങൾക്ക് കാട്ടി തന്നത്. അവിടെയാണ് ഈ മരിച്ച ആളുകളൊക്കെ മറവ് ചെയ്തതെന്ന് ഞങ്ങളോട് ആ ഡ്രൈവർ പറഞ്ഞു കേട്ടോ. ദൂരെ നിന്നും ആ ഒരുപാട് ആളുകളെ ഒരുമിച്ച് ഒരു മതിൽക്കെട്ടിനുള്ളിൽ മറവ് ചെയ്തത് ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു സങ്കടം തോന്നിയിട്ട് മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ മുണ്ടക്കയം ഗ്രാമത്തിൻ്റെ അടുത്തെത്തിട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ദൂരത്തായിട്ട് വണ്ടി നിർത്തി പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നിട്ടാണ് പോയത്. ചെറിയൊരു ഗേറ്റ് പോലെ, അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടികളൊന്നും കയറ്റി വിടില്ല കേട്ടോ. പക്ഷേ ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടുണ്ട് കേട്ടോ. പോലീസുകാർ പാറാവ് നിൽക്കുന്ന ആ സ്ഥലം കഴിഞ്ഞ് ഞങ്ങൾ മുണ്ടക്കയത്തിലേക്ക് കാല് കുത്തിയപ്പോൾ തന്നെ കണ്ടത് വലിയൊരു ഫ്ലെക്സിൽ 298 പേരോ എത്ര പേരാണ് മരിച്ചത് അവരുടെ മുഴുവനും ഫോട്ടോ ആണ് കണ്ടത് കേട്ടോ. ശരിക്കും നെഞ്ഞൊന്ന് പൊട്ടിപ്പോയി. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു സങ്കടം കേട്ടോ അത് കണ്ടിട്ട്. ശരിക്കും ഭയങ്കര ഒരു സങ്കടത്തോടു കൂടിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഓരോ കാൽപ്പാടുകളും വെച്ചത്. ശരിക്കും ഒരു ചെറിയൊരു കുഞ്ഞ് അങ്ങാടി, പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ള കടകളിലെ അങ്ങാടി ഉണ്ടാവില്ലേ, അതുപോലത്തെ ചെറിയൊരു അങ്ങാടി പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ചെറിയ ചെറിയ കൊച്ചു കടകൾ, ആകെ കയ്യിലെണ്ണാവുന്ന കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. നമുക്ക് കണ്ടാൽ തന്നെ തീരെ ഉറപ്പില്ലാത്ത ചെറിയ ചെറിയ കെട്ടിടങ്ങൾ പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് കേട്ടോ. അങ്ങനെ ആ കുഞ്ഞ് അങ്ങാടി കഴിഞ്ഞ് മുണ്ടക്കയെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്ന ആ തകർന്ന പാലം ഇരുമ്പുകൾ കൊണ്ട് സൈനികർ നിർമ്മിച്ചില്ലേ, 31 മണിക്കൂർ കൊണ്ട് നിർമ്മിച്ച ജൂലൈ
31 തുടങ്ങിയിട്ട് ആഗസ്റ്റ് 1 വൈകുന്നേരമാണ് ഇതിൻ്റെ പണി പൂർത്തിയായത്. ആ പാലത്തിലൂടെ കയറിയിട്ടാണ് ഞങ്ങൾ ദുരന്തം നടന്ന ആ സ്ഥലത്തേക്ക് പോയത്. ശരിക്കും ആ പാലത്തിലൂടെ ഇങ്ങനെ കാൽച്ചുവടുകൾ വെച്ചപ്പോൾ ഞാൻ ആ സൈനികർ നിർമ്മിച്ച ആ രംഗങ്ങളൊക്കെ എൻ്റെ കണ്ണിൽ ഇങ്ങനെ കണ്ടു കേട്ടോ. പാലം കടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ കാര്യമായിട്ടൊന്നും കാണാനില്ല കേട്ടോ. ഒരു മലമ്പ്രദേശം, വേനൽക്കാലത്ത് പുഴ വറ്റി വരണ്ടുണങ്ങിയാൽ എങ്ങനെയാണ് അതുപോലെ ഒരു ഫീൽ കിട്ടും. ഒരു പുഴ ഒലിച്ച് വന്ന പോലെ അതിൽ കുറേ കല്ലുകൾ, ചെറുതും വലുതുമായിട്ടുള്ള ഏറ്റവും വലിയ കല്ലുകളുണ്ട് കേട്ടോ. ആ മനോഹരമായ പുഴയുടെ തീരത്തുണ്ടായിരുന്ന ആ സ്കൂളിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ഒരു ഭാഗം വലിയ കേടൊന്നും സംഭവിച്ചിട്ടില്ല, ഒരു ഭാഗത്ത് ചളി നല്ലപോലെ കയറിയതായിട്ട് കണ്ടു. പിന്നെ പള്ളിയുടെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ മൂന്നര കൂട്ടുകാർ പറഞ്ഞത്. അവർ ഇതിൻ്റെ മുന്നേ അവിടെ നിന്ന് വന്നിരുന്നു, അപ്പം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ കുറേ കല്ലിട്ടിക്കണമെന്ന് പറഞ്ഞത്. ഇങ്ങനെ നല്ലിന്ന് ഇപ്പോൾ ഒരുപാട് കല്ലുകളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിലാറെ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ചെറിയ ചെറിയ വീടുകളൊക്കെ അവിടെയൊക്കെ പൊളിഞ്ഞാടിയിട്ടായിട്ട് കണ്ടു കേട്ടോ. ഇതിന് മുമ്പ് ഈ ഒരു പ്രദേശം കണ്ടവർക്കാർക്കും ഇതിൻ്റെ അവസ്ഥകൾ ശരിക്കും മനസ്സിലാവും കേട്ടോ. നമ്മളിതിൻ്റെ ദുരന്തങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണല്ലോ കാണുന്നത്. എന്നാലും മനസ്സിന് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയിട്ടുണ്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വീടുകൾ നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ അത്ര ഉറപ്പില്ലൊരു വീടുകളല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. ചിലതൊക്കെ നല്ലതായിരിക്കും. ആ ഒരു വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അതുപോലെ സ്കൂള്, പള്ളി അതൊക്കെ കാണുന്നുണ്ട്. മറ്റതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും അവിടെ കാണണമെന്നില്ല കേട്ടോ. അത്രയും ശക്തമായിട്ടുള്ള പാറക്കല്ലുകളൊക്കെ ഒലിച്ച് വന്ന ഏത് വീടും തകരും, അത് ഉറപ്പ് തന്നെയാണ്. ഞാൻ എന്നിട്ട് അവിടെ ഉള്ളവരോട് ചോദിച്ചു എവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അപ്പം അങ്ങ് ദൂരെ കേട്ടോ, എത്രയോ ദൂരത്തെ ഒരു മലയിൽ നിന്നാണ് കാട്ടിത്തന്നത്. പക്ഷേ ആ മലയിൽ ഉരുൾപൊട്ടിയ വലിയൊരു അടയാളം, ഒരു ചെറിയൊരു അടയാളം മാത്രമാണ് കാണുന്നത് കേട്ടോ. അപ്പം അത്രയും ദൂരത്തു നിന്നാണ് ഈ ഒരു പ്രദേശം തകർക്കാൻ വേണ്ടിയിട്ട് അത്രയും വലിയ കല്ലുകളും വെള്ളവും ചളിയൊക്കെ ഒലിച്ച് വന്നത് കേട്ടോ. അത്രയും ദൂരത്തൊരു മലയിൽ നിന്ന് ഒരു പുഴ പോലെ ഒഴുകി വന്നേക്കാണ് ഈ കല്ലും വെള്ളവും ചളിയൊക്കെ എത്ര ദൂരത്തെ വീടുകൾ തകർക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു നിമിഷം ആ ചൂരൽ മലയിലേക്ക് നോക്കി നിന്നു. കുറച്ചു നേരം ആലോചിച്ചു. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ആ ഒരു പ്രദേശം അള്ളാഹു ഇല്ലാതാക്കിയത്. അള്ളാഹു വിചാരിച്ചാൽ ഒരു നിമിഷം മതി എന്തും ഇല്ലാതാക്കാൻ. എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ട് പ്രതീക്ഷയോട് കൂടെ ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് മണ്ണിനടിയിലായത്. എന്തുകൊണ്ടാണാവോ, എന്ത് തെറ്റിൻ്റെ കാരണത്താലാണാവോ ആ പാവ മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ ഒരു പരീക്ഷണത്തിനിടയാക്കിയത്. ശരിക്കും എനിക്ക് ആ പ്രദേശങ്ങൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയിട്ട് ഒരുപാട് ഞാൻ അന്നത്തെ ആ വീഡിയോകളൊക്കെ എൻ്റെ കണ്ണിൽ ഇങ്ങനെ കണ്ടു കേട്ടോ. ഇങ്ങനെയുള്ള ദുരിതങ്ങളും പരീക്ഷണങ്ങളും ഇനി ഞങ്ങൾക്കാർക്കും തരരുതേ എന്ന് ഞാനൊരു നിമിഷം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയി. ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ സ്ഥലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാകുമെന്നുള്ളത്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൂടെയൊക്കെ ടൂറ് പോകുന്നതല്ലേ. ഈ ഒരു അടുത്ത പ്രദേശങ്ങളിലൊക്കെ എല്ലാവരും ടൂറ് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം പോയിട്ടൊന്ന് കാണണം. നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. എങ്ങനെ ദുരന്തമുണ്ടായ സ്ഥലമാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ആ മണ്ണിലൂടെയും കല്ലിലൂടെയും ചവിട്ടുമ്പോൾ ഞാനൊരു നിമിഷം ആലോചിച്ചു, എത്ര ആളുകളെ ഭീതിപ്പെടുത്തി പേടിപ്പിച്ച് ഒരു നിമിഷം ഇല്ലാതാക്കിയ മണ്ണാണ് ഇതെന്ന്. ഇനിയും ഈ മണ്ണിനടിയിൽ കിട്ടാതെ ആരെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ എന്നെ പേടിപ്പെടുത്തി. സൈനികർ ഉണ്ടാക്കിയ ആ പാലത്തിലൂടെ ഞാൻ തിരിച്ചു പോരുമ്പോൾ പാലത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ ആ പുഴയിലേക്കൊന്ന് നോക്കി. പുഴയിലൂടെ ഒഴുകി പോകുന്ന ആ വെള്ളത്തെ നോക്കി ഞാനൊന്ന് ചിന്തിച്ചു. ഇത്രയും വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടും ഒരു കേടുപാടുകളും സംഭവിക്കാതെ ഒന്നും അറിയാത്ത പോലെ ഒഴുകുന്ന ഈ പുഴ മാത്രമേ അവിടെ ബാക്കിയായിട്ടുള്ളൂ. ആ ഗ്രാമനിവാസികൾക്ക് വേണ്ടി തുറന്ന് പ്രവർത്തിച്ചിരുന്ന കൊച്ചു കൊച്ചു കടകൾ ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ തുറന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല പ്രദേശം ഒരു ദുരന്ത ടൂറിസ്റ്റ് മേഖലയായി മാറി. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഈ വയനാട് ഭാഗത്തേക്കൊക്കെ ടൂർ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം വന്ന് കാണണം. നമുക്ക് ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു ദുരന്തങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു തആല തരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.